ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന സ്റ്റാൻലി പറഞ്ഞ പ്രകാരം ആൻറ്റപ്പനെയും കൂട്ടി തോട്ടവും വീടുമൊക്കെ ചുറ്റിക്കണ്ട് അവസാനം അടുക്കളയിലെത്തി. അടുക്കളയിൽ പൗലോസ് പാചകത്തിലായിരുന്നു. അലീനയെ കണ്ടതും, എന്താ കുഞ്ഞെ, എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞാൽ മതി. ആരും അടുക്കളയിൽ വരാറേയില്ല. ആരെങ്കിലും പുതിയതായി വരുമ്പോൾ നേരത്തെ പറയും. അതുപ്രകാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയമാകുമ്പോൾ പൗലോസേ എന്നുറക്കിയ ഒരു വിളിയുണ്ട്. അപ്പോഴേക്കും എല്ലാം റെഡിയാക്കണം. എല്ലാത്തിനും ഒരു ചിട്ടയും ക്രമവും ഉണ്ട് എന്ന് പറയുമ്പോൾ അലീന സ്റ്റാൻലിയെ ഒരു ദേഷ്യക്കാരനാണ് എന്നാണ് ചിന്തിക്കുന്നത്. ആ കൂട്ടത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് എവിടെയായിരുന്നു? പാലായിലാണോ? കൂടെ വന്നത് ആരാ എന്നൊക്കെ. അന്നേരം അലീന പറയുന്നത്, കൂടെ വന്നത് എൻ്റെ അച്ഛൻ, ഇവിടെയുള്ള കേണൽ സാബ് എൻ്റെ പപ്പ എന്ന്. പിന്നീട് അലീന പതുക്കെ സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോകുമ്പോൾ സ്റ്റാൻലി ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് കുടിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അത് കണ്ട് പേടിച്ച് അലീന തിരിഞ്ഞു പോകുമ്പോൾ സ്റ്റാൻലി അലീനയുടെ പുറകെ പോയി. എന്തായി, ഭക്ഷണം കഴിക്കാറായോ എന്ന് ചോദിക്കുന്നു. അതിന് അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നത്, ഈ ശീലമുണ്ടോ എന്നാണ്. വീടൊക്കെ ചുറ്റിക്കണ്ടോ, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് വിശപ്പില്ല എന്ന് പറയുന്നു. സാരമില്ല, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനയുടെ കയ്യിൽ നിന്നും ഒരു കഷ്ണം ഇറച്ചി താഴെ വീഴുന്നു. അലീന അതെടുത്ത് കഴിക്കുമ്പോൾ സ്റ്റാൻലി അത് ശ്രദ്ധിക്കുന്നു. താഴെ വീണ ഭക്ഷണമൊന്നും എടുത്ത് കഴിക്കണ്ട, വേറെ എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അലീന പറയുന്നത്, ഞാൻ അനാഥാലയത്തിലായിരുന്നപ്പോൾ ഭക്ഷണം വേസ്റ്റ് ആകാറില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് അലീന ജീവിച്ചു വന്ന സാഹചര്യം ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. അലീന പറയുന്ന ഓരോ വാക്കും സ്റ്റാൻലിയുടെ നെഞ്ചിൽ കൊള്ളുന്നുമുണ്ട്. അലീനയ്ക്ക് സ്റ്റാൻലിയോട് ഇണക്കം വന്നു തുടങ്ങിയിട്ടില്ല. എന്തോ എന്നോട് എൻ്റെ മോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് സ്റ്റാൻലി. ഏതായാലും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതുവരെ നീ എങ്ങനെ ജീവിച്ചു എന്നറിയില്ല, പക്ഷെ ഇന്നു മുതൽ നീ എൻ്റെ മകളാണ്. അതനുസരിച്ച് വേണം നല്ല നിലയിൽ ഇവിടെ കഴിയാൻ. ഇവിടെ നിന്ന് ഒന്നിൻ്റെയും ഒരു കുറവ് നിനക്കുണ്ടാവില്ല എന്ന് പറയുന്നു. അതിനുശേഷം അലീന കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബാലചന്ദ്രനെ വിളിക്കുന്നു. എങ്ങനെയാ മോളെ, അവിടെ നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇതിനേക്കാളും കഷ്ടപ്പാടിൽ പൊരുതി വന്നതല്ലേ അച്ഛാ, ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എന്ന് പറയുന്നു. ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം വൈജ മക്കളോട്, ഇത്ര സമയമായി, 8:30 മണിയായി, ഇതുവരെ എവിടെ പോയി നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന മഹാൻ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നത്, ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് നന്നായി അറിയാം, അമ്മയെയാണ് അറിയാത്തത് എന്ന്. അത് കേട്ടതും വൈജയ്ക്ക് ദേഷ്യം വരുന്നു. എന്താടി അങ്ങനെ പറഞ്ഞത്? അറിയില്ല, മണ്ണല്ലല്ലോ മാന്തി നോക്കാൻ എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോൾ. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കും.